അപ്പോ എന്താണിതിന്റെ പരിഹാരം? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിയുക എന്നതാണോ ഇതിന്റെ പരിഹാരം? അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യേണ്ടത്, ആ പ്രവൃത്തി മാനസികമായി ഒരു സംഘർഷവുമില്ലാതെ ചെയ്യാൻ കഴിയുക എന്നതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ നാളേക്കുള്ളിൽ തന്നെ ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കണം. പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോ അത് ചെയ്യാൻ ഒരു മൂഡില്ല, ഒരു താല്പര്യമില്ല. പക്ഷേ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വിധത്തിൽ നിങ്ങളത് ചെയ്യാൻ ആരംഭിച്ചു. നിരവധി തവണ അതിന്റെ ഇടയിൽ നിങ്ങളുടെ ശ്രദ്ധ മാറുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ നിങ്ങളത് തീർത്തു. ഇവിടെ പ്രൊജക്റ്റ് പൂർത്തിയായെങ്കിലും നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചോ? ഇനി ഇതേ സാഹചര്യം തന്നെ വേറെ രീതിയിൽ സങ്കല്പിക്കുക. ഇന്ന് തന്നെ പ്രൊജക്റ്റ് പൂർത്തിയാക്കണമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് തീർക്കാമെന്നതാണ് നിങ്ങളുടെ മൈൻഡ് മുഴുവൻ. അതിനായി കൃത്യമായ ഒരു പ്ലാൻ നിങ്ങൾ ഇടുന്നു. പ്ലാനിങ്ങിന് ശേഷം നിങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് കടക്കുന്നു. വിചാരിച്ചതിലും നേരത്തെ നിങ്ങൾ ആ പ്രൊജക്റ്റ് തീർക്കുന്നു. ഈ രണ്ട് സാഹചര്യത്തിലും എന്താണ് പ്രധാന വ്യത്യാസം? ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. രണ്ടാമത്തെ സാഹചര്യത്തിൽ ആ പ്രവൃത്തി ചെയ്യണോ വേണ്ടയോ എന്ന ചിന്ത പോലും വരാതെയാണ് നിങ്ങൾ ആ കാര്യം ചെയ്തത്. ഇതുതന്നെയാണ് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷന്റെ സൊല്യൂഷൻ. ഈ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നതും. ഇപ്പോൾ ആലോചിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാമെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. അപ്പോ സമയം കളയണ്ട, നമുക്ക് അവയെ പരിചയപ്പെടാം. ആ ഒരു സമയത്താണ് ജീവശാസ്ത്രജ്ഞർ അണ്ണാന്മാരുടെ പെരുമാറ്റം പഠിക്കാൻ തുടങ്ങിയത്. അവരെങ്ങനെ ഭക്ഷണം സംഭരിക്കുന്നു, എങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, എങ്ങനെ പുതിയ പരിസ്ഥിതികളിൽ യോജിക്കുന്നു എന്നതൊക്കെ അവരുടെ പഠനത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളായിരുന്നു. പഠന ഏരിയകൾ ഇതൊക്കെയായിരുന്നെങ്കിലും മാസങ്ങൾക്ക് ശേഷം അവർ കണ്ടെത്തിയത് വിചിത്രമായ മറ്റു ചില കണ്ടുപിടുത്തങ്ങളായിരുന്നു. അണ്ണാന്മാരുടെ മസ്തിഷ്കത്തിൽ ഓട്ടോമാറ്റിക് പോസിറ്റീവ് ബയാസ് എന്ന് അവർ വിളിച്ച ഒരു പ്രത്യേക സവിശേഷത കണ്ടെത്തി. മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഇവരുടെ മസ്തിഷ്കത്തിലെ അമിഗ്ദല എന്ന ഭാഗം പേടിയും ഭയവും സൃഷ്ടിക്കുന്ന പ്രദേശം വളരെ ചെറുതായിരുന്നു. ഭയരഹിത പ്രവൃത്തി എന്ന ഈ അവസ്ഥ അണ്ണാന്മാരെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് 30 അടി ഉയരത്തിൽ ചാടാൻ പ്രാപ്തരാക്കുന്നു. ഓരോ ചാട്ടത്തിനും പരാജയമുണ്ടാകാമെന്ന ബോധമില്ലാതെ അവരുടെ മസ്തിഷ്കം അതിന്റെ മുഴുവൻ ശേഷിയും ആ ഒരു പ്രവൃത്തിക്കായി മാത്രം ഉപയോഗിക്കുന്നു. എന്നാൽ ഇതിനർത്ഥം അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ശരിയാകുന്നു എന്നുമല്ല. നിരവധി തെറ്റുകൾ അവർ ഇതുമൂലം ചെയ്യുന്നുണ്ട്. അണ്ണാന്മാരുടെ ഈ ഒരു പ്രത്യേകത ഒരു ജീവിയുടെ വിചിത്ര സൈക്കോളജി എന്ന ലെവലിൽ അവരെന്ന് വിലയിരുത്തി. മനുഷ്യ മസ്തിഷ്കത്തെപ്പറ്റിയുള്ള ഗവേഷണം അതിവിപുലമായി നടക്കാൻ തുടങ്ങിയ സമയമായിരുന്നു അത്. മനുഷ്യന്റെ തലച്ചോറും മറ്റു ജീവികളുടെ തലച്ചോറും തമ്മിലുള്ള സാമ്യതകളെല്ലാം ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി വരികയായിരുന്നു. അങ്ങനെ അണ്ണാന്റെ തലച്ചോറിലേക്കും അവരെത്തി. കുറച്ച് ദിവസത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അവരത് കണ്ടെത്തിയത്. അവരെ പൂർണ്ണമായും ഞെട്ടിക്കുന്നതായിരുന്നു അക്കാര്യം. ജീവിതത്തിൽ മികച്ച വിജയം നേടുന്ന മനുഷ്യരും അണ്ണാന്മാരുടെ മാനസിക സവിശേഷത പ്രകടിപ്പിക്കുന്നുണ്ട്. സംശയം, പേടി, പരാജയഭീതി എന്നിവയെ മറികടന്ന് എനിക്ക് കഴിയും എന്ന തീവ്ര വിശ്വാസത്തോടെയാണ് അവരുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത്. കേൾക്കുമ്പോൾ ചെറിയ ഒരു കാര്യമാണെന്ന് തോന്നാമെങ്കിലും ഈ ഒരൊറ്റ പ്രത്യേകതയാണ് അവരെ 90% മനുഷ്യരിൽ നിന്നും മാറ്റിയത്. അപ്പോ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിജയിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മുടെ സ്വയം സൃഷ്ടിച്ച ഭയങ്ങളാണ്. ഇതുതന്നെയാണ് പ്രകൃതി അണ്ണാന്മാരിലൂടെ നമ്മളോട് പറയാതെ പറയുന്നത്. എന്താണോ നിങ്ങൾ പുതുതായി ചെയ്യേണ്ടത്, എന്തിനെയാണോ നിങ്ങൾ ചെയ്യാൻ ഭയക്കുന്നത്, അതങ്ങോട്ട് ചെയ്യുക. ആ പ്രവൃത്തിയിലേക്ക് എടുത്തു ചാടുക. പ്ലാനിംഗ് എന്ന വലിയ കുഴിയിൽ മുങ്ങിപ്പോവാതിരിക്കുക. ആലോചനകൾക്കും പ്ലാനിങ്ങുകൾക്കും ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മളിലുണ്ടാക്കും.
പ്ലാനിംഗ് പൂർണ്ണമായും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പ്ലാനിങ്ങിനേക്കാൾ ഉപരി പ്രവൃത്തി എന്ന മനോഭാവം വരുത്തുക. കാരണം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത പ്ലാനിങ്ങുകൾ നിങ്ങളുടെ മൈൻഡിൽ വിടർന്നു വരും. പ്രവർത്തനം മാത്രമായിരിക്കണം നിങ്ങളുടെ ഭാഷ. പ്രവൃത്തിയിലൂടെ ആയിരിക്കണം നിങ്ങളുടെ ആലോചന. അപ്പോ അണ്ണാൻ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് 30 അടി ഉയരത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ ചാടുന്നതുപോലെ നിങ്ങളും പ്രവൃത്തിയിലേക്ക് എടുത്തു ചാടുക. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ ഉടനടി, അതെ, ഉടനടി എടുക്കുക. തീർച്ചയായും നിങ്ങൾ ഈ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ തെറ്റുകൾ നിരവധി ഉണ്ടാകും. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ നോക്കിച്ചിരിക്കും. ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. മുൻപോട്ട് വീണ്ടും ചാടുക. മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടുമ്പോൾ അണ്ണാന്മാർ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് അടുത്ത കൊമ്പിനെക്കുറിച്ച് മാത്രമാണ്. ബേത്ലഹേം സ്റ്റീൽ കോർപ്പറേഷൻ കമ്പനി ഉടമയായ ചാൾസ് എം ഷ്വാബ് ബുദ്ധിമുട്ടിലായിരുന്നു. കമ്പനിയുടെ ലാഭം വളരെയധികം കുറവാണിപ്പോൾ. ആഗോള നിലവാരമുള്ള കമ്പനികളോട് ഇപ്പോൾ മത്സരിക്കേണ്ടതുണ്ട്. എന്നാൽ ജീവനക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഉയർത്താൻ അയാൾക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. ഐവി ലീ, ഒരു പ്രശസ്ത പ്രൊഡക്ടിവിറ്റി കൺസൾട്ടന്റ് ആണ് അയാൾ. നിങ്ങളുടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലെ മാനേജർമാരുമായി എനിക്കൊരു 15 മിനിറ്റ് സംസാരിക്കണം. ബാക്കിയൊന്നും എനിക്ക് വേണ്ട. ചാൾസിന് എന്തോ ഒരു വിചിത്രത അതിൽ അനുഭവപ്പെട്ടു. കാരണം മുൻപ് വന്നവരൊക്കെ 2-3 ദിവസത്തെ ക്ലാസുകളാണ് തൊഴിലാളികൾക്ക് നൽകിയിരുന്നത്. എന്നിട്ട് പോലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവരുടെ മീറ്റിംഗ് അകത്ത് നടന്നു. കൃത്യം 15 മിനിറ്റിന് ശേഷം ഐവി ലീ പുറത്തേക്ക് വന്നു. ശേഷം ഫീസിന്റെ കാര്യം ചാൾസ് ചോദിച്ചു. എന്നാൽ അവിടെയും അയാളുടെ മറുപടി ചാൾസിനെ ഞെട്ടിച്ചു. 3 മാസം നോക്കിയിട്ട് പ്രൊഡക്ടിവിറ്റിയിൽ മാറ്റമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് എനിക്ക് തന്നാൽ മതി. 3 മാസം കഴിയുവാൻ അയാൾ ജിജ്ഞാസയോടെ കാത്തിരിക്കാൻ തുടങ്ങി. കണക്കുകൾ നോക്കിയ ചാൾസിന് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കമ്പനിയുടെ പ്രോഫിറ്റ് 3 ഇരട്ടിയായി മാറിയിരിക്കുന്നു. അതും ക്വാളിറ്റിയിൽ ഒരു മാറ്റവും സംഭവിക്കാതെ. ഉടനടി അയാൾ ഐവി ലീയെ കാണുവാൻ കൊതിച്ചു. കണ്ട ഉടൻ തന്നെ $25,000 അയാൾക്ക് നൽകി. ഇന്നത്തെ മൂല്യം ഏകദേശം 40 കോടി രൂപ. ഐവി ലീക്കും അത് സന്തോഷമായി. അങ്ങനെ അവർ പിരിഞ്ഞു പോകുവാൻ തുടങ്ങി. പക്ഷെ പോകുന്നതിന് മുൻപ് ചാൾസ് ഒന്ന് നിന്നു. ശേഷം അയാൾ ഈ രഹസ്യം ചോദിച്ചു. ഐവി ലീ ഒരു മടിയും കൂടാതെ ആ രഹസ്യം പറഞ്ഞുകൊടുത്തു. പിന്നീട് അയാളുടെ ആ രഹസ്യം ഐവി ലീ മെത്തേഡ് എന്നറിയപ്പെട്ടു. ഈ തന്ത്രം ലോകത്തെ ഏറ്റവും മികച്ച ഉൽപാദനക്ഷമതാ രീതികളിൽ ഒന്നായി മാറി. അപ്പോ എന്താണ് അയാളുടെ ആ രഹസ്യം? എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുക? ഒരു ദിവസം കഴിയുമ്പോൾ, അതായത് രാത്രി, നിങ്ങൾ നാളെ ചെയ്യേണ്ട 3 പ്രധാന ജോലികൾ എഴുതുക. 3-ൽ കൂടുതൽ എഴുതുവാൻ പാടില്ല. ശേഷം ഇവയ്ക്കൊരു ക്രമം നിശ്ചയിക്കുക. ഏത് ജോലിയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്, അതിന് 1, പിന്നെ 2 എന്നിങ്ങനെ. ഏറ്റവും അവസാനത്തെ ജോലി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളതായിരിക്കണം. അങ്ങനെ ആ ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി അടുത്ത ദിവസം കാലത്ത് ആ ലിസ്റ്റിൽ ആദ്യത്തെ ജോലിയിൽ മാത്രം മുഴുകുക. ഫോൺ സൈലന്റ് മോഡിലിടുക. പറ്റുമെങ്കിൽ കാഴ്ചയിൽ നിന്നും മാറ്റിവെക്കുക. വേറെ ഒരു കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ ചെയ്യാതെയിരിക്കുക. മാത്രവുമല്ല, മറ്റ് ജോലികളെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ ആ ഒരൊറ്റ ജോലി മാത്രം ചെയ്യുക. ആദ്യത്തെ കഴിഞ്ഞതിനു ശേഷം ആ ലിസ്റ്റിൽ ടിക്കിടുക. ശേഷം രണ്ടാമത്തേതിലേക്ക് കടക്കുക. അത് മാത്രം ചെയ്യുക. ടിക്കിടുക. മൂന്നാമത്തേതിലും ഇത് ആവർത്തിക്കുക. ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയുമെന്നുറപ്പുള്ള 3 ടാസ്കുകൾ എഴുതുക. സാവധാനം നിങ്ങൾക്ക് ടാസ്ക് വലുതാവുന്നതാണ്. പക്ഷെ ടാസ്കുകളുടെ മൊത്തത്തിലുള്ള എണ്ണം ഇപ്പോൾ കൂട്ടരുത്. ഇതൊരു ഹാബിറ്റ് ആയതിനു ശേഷം കുറഞ്ഞത് 1 വർഷത്തിനു ശേഷം എണ്ണം കൂട്ടുക. കേൾക്കുമ്പോൾ നിസ്സാരമായി ഈ ഒരു മെത്തേഡിനെ തോന്നാമെങ്കിലും ഇതിന് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള കഴിവുണ്ട്. ഇവിടെ നിങ്ങൾ നിർത്താൻ പോകുന്ന ഒരു ശീലം മൾട്ടി ടാസ്കിംഗ് ആണ്. പകരം വരുന്നത് ഫോക്കസ്ഡ് വർക്കും. നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളുമായും കണക്ട് ചെയ്യാൻ മൈൻഡിന് കഴിയില്ല. ഉദാഹരണമായി, ഈ വാക്കുകളൊന്ന് നോക്കുക.
ഇവയൊന്നുമായും മൈൻഡ് കണക്റ്റ് ആകില്ല. ഇതിന്റെ എല്ലാം കൺസെപ്റ്റ് കേൾക്കാമെന്നല്ലാതെ ഇതിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ മൈൻഡിന് കഴിയില്ല. കാരണം ഇവയൊന്നും മൈൻഡ് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇതേ കാറ്റഗറിയിൽ പെടുന്ന മറ്റു ചില വാക്കുകളുണ്ട്. അതായത് നിങ്ങൾ സ്ഥിരമായി അത് ഉപയോഗിക്കുകയും നിങ്ങൾ പോലും അറിയാതെ മൈൻഡിനെ സ്ഥിരമായി ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന വാക്കുകൾ. ഇതെങ്ങനെ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇതിൽ നാളെ എന്ന വാക്ക് നമുക്കൊന്ന് നോക്കാം. നാളെ എന്നത് മൈൻഡ് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് ചെയ്യുന്നത് മുഴുവൻ ഇന്നെന്ന അവസ്ഥയാണ്. അതായത് നാളെ എന്ന് നാം സ്വയം പറഞ്ഞു, ശേഷം നാളെയായി. പക്ഷേ ആ നാളെയെ നാം വിശേഷിപ്പിക്കുന്നത് ഇന്നെന്നാണ്. ഇതുകൊണ്ട് തന്നെ നാളെ എന്ന അവസ്ഥയെ മൈൻഡ് മനസ്സിലാക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, നാളെ ചെയ്യാമെന്ന് നാം സ്വയം പറയുമ്പോൾ മൈൻഡ് അത് പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. പിന്നീടെന്ന വാക്കും ഇങ്ങനെ തന്നെയാണ്. ഒരു പ്രവൃത്തി നാം പിന്നീട് ചെയ്യാമെന്ന് മൈൻഡിനോട് സ്വയം പറയുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്തുവെന്ന് കരുതുക. മൈൻഡിന് ആ വാക്ക് വെറും ഒരു വാക്ക് മാത്രമാണ്. കാരണം റിയൽ ലൈഫിൽ മൈൻഡ് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ബാക്കി വാക്കുകളും. അപ്പോ എന്താണിതിന് പരിഹാരം? പരിഹാരം കൃത്യമായ സമയമാണ്. കാരണം അത് യാഥാർത്ഥ്യമാണ്, അത് അനുഭവിക്കാൻ കഴിയുന്നതുമാണ്. പിന്നീട് ചെയ്യാമെന്ന് നിങ്ങൾ മൈൻഡിനോട് പറയുന്നതും ഏപ്രിൽ 10-ാം തീയതി ചെയ്യാമെന്ന് പറയുന്നതും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. രണ്ട് കാര്യത്തെയും മൈൻഡ് കാണുന്ന രീതിയിൽ വലിയ വ്യത്യാസമുണ്ട്. കൃത്യമായ സമയം ഉപയോഗിച്ച് ഒരു പ്രവൃത്തിയെ നാം പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കപ്പെടേണ്ടതാണെന്നത് മൈൻഡ് മനസ്സിലാക്കുന്നു. കാരണം ആ സമയം യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കപ്പെടേണ്ടതാണോ എന്ന് മനസ്സിനറിയില്ല. കാരണം എപ്പോൾ എന്നത് മൈൻഡിന് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. അപ്പോ ഇനി മുതൽ എന്ത് കാര്യമായിക്കോട്ടെ, കൃത്യമായ തീയതിയോ സമയമോ ഉപയോഗിച്ച് അത് പറയുക. സ്വയമാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും. ഇതിനഥവാ തീയതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു തീയതിയോ സമയമോ പറയുക. അങ്ങനെ പറയുമ്പോൾ അത് ചെയ്യേണ്ട പ്രവൃത്തിയാണെന്ന് മൈൻഡ് സ്വയം മനസ്സിലാക്കുന്നു. ശേഷം അതിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ നയിക്കുന്നു. അപ്പോ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളഞ്ഞേക്കൂ. അതിനുള്ള സമയമായിരിക്കുന്നു. ചെയ്യണമെന്ന അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ടാസ്ക് ചെയ്യാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ചെയ്യാനൊരു മൂഡില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഈ താല്പര്യമില്ലായ്മ? പൊതുവെ എങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത്? ആലോചിച്ചിട്ടുണ്ടോ അത്? കഠിനമായ കാര്യങ്ങൾ ചെയ്യുവാനാണ് മനുഷ്യർക്ക് താല്പര്യമില്ലാത്തത്. കൂടുതൽ എനർജിയും കൂടുതൽ ഹാർഡ് വർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് പൊതുവെ മനുഷ്യർക്ക് താല്പര്യമില്ലാത്തത്. അല്ല, മനുഷ്യരുടെ മനസ്സിന് താല്പര്യമില്ലാത്തത്. ഇതാരുടെയും കുഴപ്പമല്ല. നമ്മുടെ മൈൻഡ് എനർജിയും റിസോഴ്സും സേവ് ചെയ്യുന്ന രീതിയാണത്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിന്റെ സാധാരണ അവസ്ഥ മടിയാണ്. മടിയാകുവാൻ പ്രത്യേകിച്ച് പരിശീലനമോ സമയമോ ആവശ്യമില്ല. അത് അതിന്റെ സ്ഥായീഭാവമാണ്. എന്നാൽ നമ്മുടെ ബ്രെയിനിന്റെ സാധാരണയല്ലാത്ത അവസ്ഥയാണ് പീക്ക് പ്രൊഡക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ നിലനിർത്തുവാൻ സ്ഥിരമായുള്ള പരിശ്രമവും പരിശീലനവും ആവശ്യമാണ്. അപ്പോ ഇനി തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ മുൻപിലുള്ള ആ ജോലി കഠിനമായതുകൊണ്ടാണ് നിങ്ങളുടെ മൈൻഡിന് അത് ചെയ്യാനുള്ള താല്പര്യമില്ലാത്തതെന്ന് മനസ്സിലായി. അതായത് നിങ്ങളുടെ മുൻപിലുള്ള ആ ജോലി കഠിനമാണെന്ന് മൈൻഡ് ചിന്തിക്കുമ്പോഴാണ് ഈ താല്പര്യമില്ലായ്മ ജനിക്കുന്നത്. അപ്പോ പ്രശ്നം ആ ടാസ്ക് അല്ല, ആ ടാസ്കിനെ മൈൻഡ് കാണുന്ന രീതിയാണ്. അപ്പോ ഈ മെത്തേഡിലൂടെ നാം മാറ്റാൻ പോകുന്നത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ടാസ്കിനെ കാണുന്ന രീതിയാണ്. അപ്പോ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് നോക്കാം. നിങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ രാവിലെ നിങ്ങൾ എഴുന്നേറ്റു. പക്ഷെ ഓടുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ ഒരു ക്ഷീണം നിങ്ങളെ വീണ്ടും കിടത്തി. ഇനി നമ്മുടെ പുതിയ മെത്തേഡിലൂടെ ഈ കാര്യമൊന്ന് നോക്കാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റു. ശേഷം ഓടുന്ന കാര്യം ഓർത്തതേയില്ല. മൈൻഡിൽ വന്നെങ്കിലും അത് ഒഴിവാക്കിവിട്ടു. ശേഷം നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് മാത്രം നിങ്ങൾ ആലോചിച്ചു. കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുക. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ടാസ്ക് കഴിഞ്ഞു. ശേഷം രണ്ടാമത്തെ ടാസ്ക് നിങ്ങൾ ആലോചിച്ചു. ഷൂ ഇടുക. അങ്ങനെ ഷൂ ഇട്ടു. ശേഷം മൂന്നാമത്തെ ടാസ്ക് നിങ്ങൾ ആലോചിച്ചു. വീടിന് പുറത്തേക്കൊന്നിറങ്ങുക. ശേഷം നാലാമത്തെ ടാസ്ക് നിങ്ങൾ ആലോചിച്ചു.
2 അടി വയ്ക്കുക. 5-ാമത്തെ ടാസ്കും 2 അടി വയ്ക്കുക. പതിയെ പതിയെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിപ്പോൾ നടന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. എന്താണോ നിങ്ങളുടെ ടാസ്ക് അതിനെ വളരെ ചെറിയ ചെറിയ മൈക്രോ ടാസ്കുകളാക്കി മാറ്റുക. ശേഷം ആ ടാസ്കിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യത്തെ ആ മൈക്രോ ടാസ്കിനെ പറ്റി മാത്രം ആലോചിക്കുക. അത് ചെയ്യുക. പഠിക്കാനാണ് നിങ്ങളുടെ ടാസ്ക് എങ്കിൽ ആ പുസ്തകം വെറുതെ ഒന്ന് കയ്യിലെടുക്കുക മാത്രമായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. ശേഷം ഒരൊറ്റ വരി മാത്രം വായിക്കുക എന്നതാവണം നിങ്ങളുടെ 2ാമത്തെ ടാസ്ക്. ഇനി ലാപ്ടോപ്പിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുവാനാണ് നിങ്ങളുടെ ടാസ്ക് എങ്കിൽ ആ മുഴുവൻ പ്രൊജക്റ്റ് ഫോക്കസ് ചെയ്യാതെ ലാപ്ടോപ്പിന്റെ അടുത്തേക്ക് നടക്കുന്ന ആദ്യത്തെ ടാസ്ക് മാത്രം ഓർക്കുക. അത് ഫിനിഷ് ചെയ്യുക. ശേഷം 2ാമത്തെ ടാസ്കായ ലാപ്ടോപ്പ് ഓൺ ആക്കുക എന്നത് ചെയ്യുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ രീതിയിൽ നിങ്ങളുടെ ടാസ്കിനെ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മൂഡില്ലായ്മയോ താല്പര്യമില്ലായ്മയോ മൈൻഡിലേക്ക് വരികയില്ല. കാരണം ഈ രീതിയിൽ ആദ്യത്തെ ടാസ്ക് വളരെ എളുപ്പമുള്ളതാണ്. മാത്രവുമല്ല, ഈ രീതിയിൽ നിങ്ങൾ ഈ മൈക്രോ ടാസ്കുകൾ പൂർത്തിയാക്കുമ്പോൾ ഒരു ഡോപ്പമിൻ കിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ഡോപ്പമിൻ ഹിറ്റ് അടുത്ത മൈക്രോ ടാസ്കുകളെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ആവേശം നൽകുന്നു. പതിയെ പതിയെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡ് അത് ഫിനിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അമേരിക്കൻ നേവി അഡ്മിറലായ വില്യം മക്രാവൻ ടെക്സാസ് യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം അദ്ദേഹം പ്രസംഗിക്കാൻ ആരംഭിച്ചു. ശേഷം പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു വിചിത്രമായ കാര്യം അദ്ദേഹം പറഞ്ഞു. If you want to change the world, start by making your bed. വലിയൊരു പരിഹാസമായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രസ്താവനയ്ക്ക് അവിടെ നേരിട്ടത്. കാരണം സ്റ്റുഡൻസ് എല്ലാം പ്രതീക്ഷിച്ചത് വലിയ വിജയികളാകാനുള്ള ഒരു സക്സസ് ഫോർമുലയായിരുന്നു. എന്നാൽ അവർക്ക് ലഭിച്ചത് വീട്ടിലെ അമ്മ പറയാറുള്ള കിടക്ക ശരിയാക്കൽ. എന്നാൽ അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ ഉറച്ചു തന്നെ നിന്നു. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഈ ഒരൊറ്റ ശീലത്തിൽ നിന്നായിരുന്നു. നിങ്ങളും നിരവധി തവണ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാര കാര്യമാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനിടയുള്ള ഒരു കാര്യവുമാണ്. എന്നാൽ ഈ ചെറിയ പ്രവൃത്തി നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിലും ദിവസത്തിന്റെ ഗതിയിലും ജീവിത നിലവാരത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോ എന്തായിരിക്കും ഇതിനു പിന്നിലെ ശാസ്ത്രം? എങ്ങനെയാണ് ഇത്ര ലളിതമായ ഒരു പ്രവൃത്തി ഇത്രയധികം മാറ്റം കൊണ്ടുവരുന്നത്? നമ്മുടെ തലച്ചോർ അച്ചീവ്മെന്റുകളെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നാം ഒരു ദൗത്യം പൂർത്തിയാക്കുമ്പോൾ തലച്ചോർ ഡോപ്പമിൻ എന്ന രാസവസ്തു പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ കെമിക്കൽസാണ് നമ്മുടെ കൂടുതൽ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ പ്രചോദനമാകുന്നത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുള്ളതുമാകും. അപ്പോ നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടൻ കിടക്ക ഒരുക്കുമ്പോൾ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത്? അതെ, ഡോപ്പമിനാണ് അവിടെയും ഉണ്ടാകുന്നത്. കാരണം ഒരു ദിവസത്തെ ഏറ്റവും ആദ്യത്തെ ടാസ്കാണ് നിങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആദ്യ ടാസ്ക് തന്നെ വിജയത്തിലാണ്. മറ്റു ടാസ്കുകൾ ചെയ്യാൻ ഇതിലും വലിയ പ്രചോദനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ന്യൂട്ടന്റെ ചലന നിയമപ്രകാരം ചലനത്തിലായിരിക്കുന്ന വസ്തു ചലനത്തിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നു. മനുഷ്യ പ്രവർത്തനങ്ങളിലും ഈ തത്വം ബാധകമാണ്. അതായത് ദിവസത്തിന്റെ ആദ്യ ഭാഗം തന്നെ നിങ്ങളൊരു ചലനത്തിൽ ആരംഭിക്കുമ്പോൾ ബാക്കി ഭാഗവും ചലനത്തിൽ തന്നെ നിൽക്കാൻ മൈൻഡ് ശ്രമിക്കുന്നു. നിങ്ങളിവിടെ ക്രമീകരിക്കുന്നത് നിങ്ങളുടെ കിടക്കയോ കട്ടിലോ അല്ല, നിങ്ങളുടെ മൈൻഡാണ്. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ ആദ്യത്തെ വിജയം ഇതാക്കി മാറ്റുക. ദിവസത്തിന്റെ ആദ്യ കാര്യം തന്നെ വിജയിക്കുമ്പോൾ ആ ദിവസം മുഴുവൻ നിങ്ങളുടേതായിരിക്കും.